ഈ 4 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഈ ഒരു ഓൺലൈൻ ബുട്ടീക്ക് ശരിക്കും ഒരു സ്ഥാപനമായിട്ട് ഇവർ ഇറക്കുന്നില്ല. ഏതോ ഒരു കുടിസു മുറിക്കുള്ളിൽ ഇരുന്നു കൊണ്ടാണ് ഈ ഒരു സ്കാം ഇവർ പ്രവർത്തിക്കുന്നത്. വേണമെങ്കിൽ ഇവരുടെ ഈ ഒരു കണക്ക്, അതായത് ഇഷ്ടംപോലെ പർച്ചേസ് നടക്കുന്നുണ്ട്, എന്തുകൊണ്ട് അവർ ബുട്ടീക്കായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നില്ല? അതായത് കസ്റ്റമേഴ്സ് ഒരിക്കലും ഇവരുടെ സ്ഥാപനം കണ്ടുപിടിക്കരുത്. നേരിന്നറിയ അടുത്തൂടെ പോലും പോയിട്ടില്ലാത്ത ഒരു വനിതാ സംരംഭക മൂൺ ഗോഡസ് കൗച്ചറിൻ്റെ ഉടമസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. മൂൺ ഗോഡസ് എന്ന് പറയുന്ന ബുട്ടീക്ക് വളരെ കുപ്രസിദ്ധിയിലൂടെയാണ് പ്രശസ്തി ആർജിച്ച് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. എത്രയോ ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ, എസ്പെഷ്യലി ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ പരാതികൾ പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ? അവരുടെ ഏറ്റവും വലിയ, അതായത് ഉപഭോക്താക്കൾ പറയുന്ന ഏറ്റവും വലിയ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓർഡർ ചെയ്ത് 2 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് കിട്ടുന്നത്. ഏതോ ഒരു പെൺകുട്ടി ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുന്നേ. അവൾ ഈ പറയുന്ന സംരംഭക, നേരും നെറിയും അടുത്തൂടെ പോലും പോയിട്ടില്ലാത്ത ഈ സംരംഭക അട്രാക്റ്റീവ് ആകുന്ന രീതിയിലാണ് വീഡിയോസ്. ഇവർ നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ് കേട്ടോ. 50 രൂപയുടെയും 10 രൂപയുടെയും ക്വാളിറ്റി മാത്രമുള്ള തുണി അത്യാവശ്യം അട്രാക്റ്റീവ് ആകുന്ന രീതിയിൽ ലുടുക്ക് ഹാൻഡ് വർക്കൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത്, ചില ആളുകളൊക്കെ പറയുന്നില്ല 50 രൂപയുടെ തുണിയാണെങ്കിലും നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടാൽ ആ തുണിയുടെ പകിട്ട് അതൊന്ന് വേറെ തന്നെയാണെന്ന്. ആ ഒരു ട്രിക്ക് തന്നെയാണ് പുള്ളിക്കാരത്തിയും അവിടെ യൂസ് ചെയ്യുന്നത്. കുറഞ്ഞ തുണി നല്ല രീതിയിൽ ആളുകളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക. നല്ല തമിഴ്, അതായത് ഡപ്പാങ്കൂത്ത് പാട്ടുകളൊക്കെ ഇട്ടിട്ട് ഈ വീഡിയോ അങ്ങോട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആളുകൾക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടും. അങ്ങനെ ഏതൊരു പെൺകുട്ടി ഈ വീഡിയോ കണ്ട് അട്രാക്റ്റീവായിട്ട് ആ ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ട് ഡ്രസ്സ് എപ്പോഴാണ് കൈ കിട്ടിയെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ കല്യാണവും കഴിഞ്ഞ് പ്രസവവും കഴിഞ്ഞിട്ടാണ് ആ ഡ്രസ്സ് കൈ കിട്ടിയത്. ഒന്ന് ആലോചിക്കണം. മെലിഞ്ഞിരിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് പ്രസവമൊക്കെ കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ബോഡി വെയിറ്റ് ഒക്കെ കൂടും. അവൾക്കൊരു തരത്തിലും ആ ഡ്രസ്സ് ഇടാൻ പറ്റാത്ത രീതിയിലാവും. പിന്നെ വെരി റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു ഒരു തെലുങ്കു ലേഡിയാണെന്ന് തോന്നുന്നു, അവരിങ്ങനെ മൂൺ ഗോഡസ് കൗച്ചറിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് സാധനം കിട്ടിയത്. ഇതൊരു പുത്തിരി അല്ലാതെയായി മാറിയിട്ടുണ്ട് നമ്മളെപ്പോലുള്ള കാഴ്ചക്കാർക്ക്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജ് കയറി നോക്കുമ്പോൾ 4.75 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷേ നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, മൂൺ ഗോഡസ് കൗച്ചർ എന്ന് പറയുന്ന ഒരു സ്കാമാണ്. ശരിയാണ്, നിങ്ങൾ ചിലർക്കെങ്കിലും, അതായത് 100ൽ ഒരു 2% ആളുകൾക്ക് അവർ പറയുന്ന രീതിയിൽ ചിലപ്പോൾ ഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ടാകും. അതിനൊക്കെ അപ്പുറത്തേക്ക് അവരൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവരുടെ പേജിൽ വരുന്ന മെസ്സേജസ്, ഇപ്പം നമ്മൾ ഓൺലൈനായിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കാൻ, ഇപ്പോൾ ഡ്രസ്സാണെങ്കിലും മറ്റെന്ത് സാധനങ്ങളാണെങ്കിലും കോമൻറ്റ് സെക്ഷൻ ഒന്ന് നോക്കുക അല്ലേ, ഇൻട്രാക്ഷൻസ് നടക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് നോക്കും. അപ്പോൾ അതാണ് നമ്മുടെ വിശ്വാസ്യതയ്ക്ക് മാറ്റുകൂട്ടുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂൺ ഗോഡസിൻ്റെ പേജ് എടുത്ത് നോക്കുക, ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിനുള്ളിൽ മിനിമം 250 കൊമൻസ് അവരുടെ വീഡിയോയ്ക്ക് താഴെ നിറയും. ആ ഓരോ കൊമൻസിനും മെനക്കെട്ടിരുന്ന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഒരു അതായത് ടെംപ്ലേറ്റ്സ് പോലെ, അതായത് നിങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യൂ, താങ്ക് യു എന്നുള്ള രീതിയിൽ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഏതൊരു വ്യക്തിക്കും ഇത് ഭയങ്കര വിശ്വാസയോഗ്യമാകും വണ്ണം തോന്നും. അത് ഇവരുടെ ഒരു ട്രിക്കാണ്, ഒരു കള്ള ട്രിക്കാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നേരിന്നറിയും അടുത്തൂടെ പോയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇതൊരു ട്രിക്കാണെങ്കിൽ എങ്ങനെ 250 മെസ്സേജ് വന്നു എന്ന്. ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതായത് ഇൻസ്റ്റഗ്രാമിൽ 1K ഫോളോവേഴ്സ് ആക്കാൻ 1000 രൂപ കൊടുത്താൽ മതി. നിങ്ങളുടെ ഓരോ വീഡിയോയുടെയും താഴെ 1000 കോമൻസ് അല്ലെങ്കിൽ 200-250 കോമൻസിന് 200 രൂപ കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ ഒരു ബിസിനസ് പോലെ നടത്തുന്ന ഡിജിറ്റൽ ബിസിനസ് നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് എന്ന് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. അപ്പം ഇതുപോലെ ഓരോ വീഡിയോ ഇടുമ്പോഴും അതിൻ്റെ താഴെ ലൈക്കും കമൻറ്റിനും വേണ്ടിയിട്ട് പൈസ കൊടുത്ത് പേ ചെയ്ത് ഇടിയിക്കുന്ന മെസ്സേജും, അതായത് പൈസ കൊടുത്ത് കമൻറ്റ് സെക്ഷൻ നിറയ്ക്കുക. അപരിചിതരായിട്ടുള്ള അല്ലെങ്കിൽ ഇവരുടെ ഏതെങ്കിലും കസ്റ്റമേഴ്സ് ആകാൻ പോകുന്ന ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് നന്നായിട്ട് മറ്റാരെക്കാളും വ്യക്തമായിട്ട് അറിയാം. കമൻറ്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രാക്ഷൻസ് നടക്കുന്നുണ്ട് എങ്കിൽ ഏതൊരു വ്യക്തിക്കും കണ്ണുമടച്ച് വിശ്വസിക്കാൻ പറ്റും. അപ്പം വിശ്വാസയോഗ്യമാകാൻ വേണ്ടിയിട്ട് പേ ചെയ്തിട്ടുള്ള കമൻറ്റ് സെക്ഷനാണ് അത്. രണ്ടാമത് അതിൽ കാണുന്ന ലൈക്കുകൾ, അതും പേ ചെയ്ത് തന്നെയാണ്. ഒരു മാസം ഇത്ര രൂപ ഇതുപോലെയുള്ള ഈ ഡിജിറ്റൽ ബിസിനസ് പ്ലാറ്റ്ഫോമുകളിലേക്ക് കൊടുത്തു കഴിയുമ്പോഴേക്കും ഇവർ ആ ഒരു മാസത്തിനുള്ളിൽ എത്ര വീഡിയോസ് ഇടുന്നോ ആ വീഡിയോയുടെയൊക്കെ താഴെ ഇത്ര ലൈക്കുകൾ, കമൻറ്റുകൾ എന്നുള്ളത്
നിറയ്ക്കും. അതായത് ബോട്ട് എന്നോ സംതിങ് ആണ് അതിന് പറയുന്നത്. അതല്ലാതെ ഇവരുടെ ഒരു കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ ഇവരോ മെനക്കെട്ടിരുന്ന് ചെയ്യുന്നതല്ല. മാത്രമല്ല ഇവരുടെ കസ്റ്റമേഴ്സ് ഇടുന്ന കമൻറ്റും അല്ല, ലൈക്കും കാര്യങ്ങളും ഒന്നുമല്ല ഇത്. ചുരുക്കം പറഞ്ഞാൽ ഒരു സ്കാമാണ്. മൂൺ ഗോഡസ് കൗച്ചർ എന്ന് പറയുന്നത് ഒരു ബുട്ടീക്ക് സ്കാം എന്നുള്ള രീതിയിൽ കേരളത്തിന് പുറത്തും വളരെ വ്യാപകമായിട്ട് പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കാമാണ് ഇത്. എത്രയും പെട്ടെന്ന് നിയമപരമായിട്ട് മുന്നോട്ട് പോയി ഈ ഒരു സ്കാമിനെ നിർത്തേണ്ടത് നമുക്ക് ഓരോരുത്തരുടെയും ആവശ്യമാണ് കേട്ടോ. കാരണം ഇത് കേരളത്തിന് പുറത്തേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു തെലങ്കാനയിൽ നിന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ. അതായത് 2 വർഷം അങ്ങാണ്ട് കഴിഞ്ഞിട്ടാണ് അവർ ആ ക്ലോത്ത് അവരുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കണം, ബുട്ടീക്കാണ്, വസ്ത്ര വ്യാപാര സ്ഥാപനമാണ്. വസ്ത്രങ്ങളെ സംബന്ധിച്ച് എസ്പെഷ്യലി സ്ത്രീകളുടെ വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത് 2 മാസം 3 മാസം കൂടുമ്പോഴൊക്കെ അതിൻ്റെ ഡിസൈൻസും പാറ്റേൺസും ഒക്കെ മാറ്റങ്ങൾ വരും. ഓൾഡ് ഫാഷൻ എന്നുള്ളൊരു രീതിയിലേക്ക് തള്ളപ്പെടും. അപ്പോൾ ഒരു വർഷം മുന്നിറങ്ങിയ ഫാഷൻ 2 വർഷം കഴിയുമ്പോൾ ഓൾഡ് ഫാഷനാണ്. അപ്പോൾ പൈസ കൊടുത്ത് 1000 2000 തുച്ഛമായ വിലയാണെന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. എല്ലാം കൂടെയും ചേർത്ത് മിനിമം ഒരു 3000-3000-ത്തിനുള്ളിൽ എമൗണ്ട് ഏതൊരു കസ്റ്റമറുടെയും കയ്യിൽ നിന്ന് ഈടാകുന്നുണ്ട്. അപ്പോൾ ഈ 3000 രൂപ മുതൽ ഇവർ ഈടാക്കിയിട്ട് ഓൾഡ് ഫാഷൻ, പഴയ ഫാഷൻ ഡ്രസ്സ് ആണ് കസ്റ്റമർ ഇട്ടേണ്ട് നടക്കേണ്ടത് എന്നുള്ളൊരു ഗതികേടെന്ന് പറഞ്ഞാൽ അതൊരു സ്കാം തന്നെയാണ്. കാരണം പൈസ തന്നെയാണല്ലോ. 2 വർഷം മുമ്പിട്ടാലും 3 വർഷം മുന്നിട്ടാലും അവരുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് പൈസയാണ്. പക്ഷേ ഈ പൈസ ഇട്ട് കൊടുത്ത കസ്റ്റമറിന് കിട്ടുന്നത് പഴകിയ തുണിയാണ്. അപ്പോൾ ഇതൊരു സ്കാം പോലെയാണ് നിൽക്കുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവർക്ക് നല്ലൊരു കസ്റ്റമർ എക്സിക്യൂട്ടീവ് വിഭാഗം പോലുമില്ല. അത് ഇല്ലെങ്കിലും പിന്നെ കുഴപ്പമില്ല. പക്ഷേ ഇവർക്കൊരു നല്ല യൂണിറ്റോ, ഡൈയിങ് സെക്ഷനിലൊക്കെ ഇരുന്ന് എപ്പോഴും വീഡിയോ എടുക്കുന്നതൊക്കെ കാണാം. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഇടയിൽ അവരുടെ ഒരു സഹോദരിയെ പോലെ ഇരുന്നുകൊണ്ട് ഡൈയിങ് സെക്ഷനിൽ ഇരുന്നുകൊണ്ട് വീഡിയോസൊക്കെ ഇടുന്നത് കാണാം. അതിനപ്പുറത്തേക്ക് ഇവരുടെ യൂണിറ്റുകളോ വിശാലമായിട്ടുള്ള ഇവരുടെ മറ്റ് കാര്യങ്ങളോ ഒന്നും ആരെയും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുസും മുറിക്കുള്ളിൽ ഇവർ ഇന്ന് വരെയും ബൊട്ടീക്ക് ആയിട്ട് നടത്തിയിട്ടില്ല. ഇവരൊരു യൂണിറ്റിൽ നിന്നാണ് ഈ തുണികൾ വ്യാപാരം ചെയ്യുന്നത്, ഈ വീഡിയോസൊക്കെ ഇടുന്നത് ഇവരുടെ ഫ്ലാറ്റിൽ വെച്ചും ഇവരുടെ യൂണിറ്റിൽ നിന്നും. അതിനപ്പുറത്തേക്ക് ഇത്ര വർഷമായിട്ടും ഈ 4.something million ഫോളോവേഴ്സുള്ള ഈ ഒരു ഓൺലൈൻ ബുട്ടീക്ക് ശരിക്കും ഒരു സ്ഥാപനമായിട്ട് ഇവർ ഇറക്കുന്നില്ല. ഏതോ ഒരു കുടുസു മുറിക്കുള്ളിൽ ഇരുന്നു കൊണ്ടാണ് ഈ ഒരു സ്കാം ഇവർ പ്രവർത്തിക്കുന്നത്. വേണമെങ്കിൽ ഇവരുടെ ഈ ഒരു കണക്ക്, അതായത് ഇഷ്ടംപോലെ പേർച്ചേസ് നടക്കുന്നുണ്ട്, എന്തുകൊണ്ട് അവർ ബുട്ടീക്കായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നില്ല? അതായത് കസ്റ്റമേഴ്സ് ഒരിക്കലും ഇവരുടെ സ്ഥാപനം കണ്ടുപിടിക്കരുത്. ശരിക്കും പറഞ്ഞാൽ മതിയായിട്ടുള്ള അഡ്രസ്സോ കാര്യങ്ങളോ പോലും ഇവർ അവിടെ കൊടുത്തിട്ടില്ല. ഏതോ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു റൂമിൻ്റെ ഫ്രണ്ടിൽ മൂൺ ഗോഡസ് കൗച്ചർ എന്നൊക്കെ വെച്ചിരിക്കുന്നത് കാണാമെന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിൽ വരുന്ന വീഡിയോയിൽ ഈ ആനി എന്ന് പറയുന്ന വ്യക്തി ഉള്ളതിനപ്പുറത്തേക്ക് എന്താണ് മൂൺ ഗോഡസ് എന്നോ, എവിടെയാണ് മൂൺ ഗോഡസ് എന്നോ, എന്ത് ക്വാളിറ്റി പ്രോഡക്റ്റാണ് ഇവർ കൊടുക്കുന്നതെന്നോ ആർക്കും ഇന്നുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ആ ഒരു രഹസ്യ സ്വഭാവം തന്നെയാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് ഈ ഉടമസ്ഥയിലേക്ക്. അതിനൊക്കെ അപ്പുറത്തേക്ക് എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഈ പുള്ളിക്കാരത്തിക്കെതിരെ എന്തെങ്കിലും കേസുമായി ആരെങ്കിലും പോയിട്ടുണ്ട്, ഈ സ്ഥാപനത്തിനെതിരെ പോയിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ അങ്ങോട്ട് ഇടും. അതായത് ഇൻസ്റ്റഗ്രാമിൽ ചിറ്റ് ചാറ്റ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തിക്ക് മാത്രം സംസാരിക്കാൻ പറ്റുന്നത്. സംസാരിക്കേണ്ടവർക്ക് കമൻറ്റ് സെക്ഷനിൽ വന്ന് വളവള എന്തെങ്കിലും പറയാൻ അവർ മിണ്ടൂല. അപ്പോൾ അവരുടെ കുറച്ച് സങ്കട കഥകൾ അങ്ങോട്ട് പറയും. ഇനി അതും പുള്ളിക്കാരത്തേക്ക് പറ്റിയില്ലെങ്കിൽ മിക്കപ്പോഴും എനിക്ക് വളരെ സങ്കടകരവും ഇവരോട് ഭയങ്കര പുച്ഛവും തോന്നിയൊരു കാര്യം, ഇവർക്കെതിരെ ആരെങ്കിലും കേസ് കൊടുത്തെന്ന് പറഞ്ഞാൽ ഇവരുടനെ കുഞ്ഞിനെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ നിർത്തും. എന്നിട്ട് അവൻ്റെ കാര്യങ്ങൾ പറയുക. കുഞ്ഞിന് സുഖമില്ലാത്തൊരു മോനാണ്, അതിൽ നമുക്ക് ഏറെ വിഷമമുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഓരോ മാതാപിതാക്കളുടെ ഭാഗ്യം തന്നെയാണ്. അവരത് പറയുന്നുണ്ട്, അവരുടെ പല ഇൻ്റർവ്യൂവിലും അവരത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആളുകൾ ഇവർക്കെതിരെ തിരിയുന്നു എന്ന് കാണുമ്പോൾ ഇവരെന്തിനീ കുഞ്ഞിനെ വെച്ച് വീഡിയോ ചെയ്യുന്നു? ഇവരുടെ കുറേ സങ്കട കഥകൾ, ഇവർ ഗൾഫിൽ നിന്നും നിർത്തി വന്നത് ഇതിനോടുള്ള പാഷൻ കൊണ്ടാണെന്ന് പറയുന്നു. പാഷൻ കൊണ്ടുള്ള ബിസിനസ്സായിട്ട് ഇന്ന് വരെ തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല, മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന ഒരു അധോലോകം പോലെ, ഒരു സ്കാം പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ആ സ്ത്രീ, അതായത് ബിസിനസ് മാഗ്നറ്റ്, അതായത് ബീന കണ്ണനെയൊക്കെ വെല്ലുവിളിച്ചിട്ട് പലപ്പോഴും ഈ സ്ത്രീ വീഡിയോ ചെയ്യുന്നത് കാണാം. ബീന കണ്ണൻ്റെ ഒപ്പം ബീന കണ്ണൻ, എൻ്റെ പേരും ബീന കണ്ണൻ എന്ന് പറഞ്ഞ ബിസിനസ് മാഗ്നറ്റിന് അല്ലെങ്കിൽ ലോക പരിചയമുള്ള ബിസിനസ്സിൽ അത്രയേറെ അറിവും
വിജ്ഞാനവുമുള്ള ആ ലേഡി എന്തുകൊണ്ട് ഈ മൂൺ ഗോഡസ് കൗച്ചറിനെതിരെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും സംസാരിക്കുന്നുവെന്ന് വെച്ചാൽ ഇത് സ്കാം ആണെന്ന് ആ വ്യക്തിക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ബീന കണ്ണൻ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ ആ ബീന കണ്ണൻ എന്നെ അറിയാമല്ലോ, അപ്പോൾ ഞാൻ അത്രയും വളർന്നു എന്ന് എനിക്ക് വിശ്വസിക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത ആളുകളിലേക്ക് ഇടുകയും അങ്ങനെയും കസ്റ്റമേഴ്സിനെ പുള്ളിക്കാർക്ക് വലയിലാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം, അവരുടെ കമൻറ്റ് സെക്ഷൻ വരുന്ന ഇൻട്രാക്ഷൻസ് എല്ലാം പേ ചെയ്ത് അവരിടുന്നതാണ്. അതായത് ഇത്ര കമൻറ്റിന് അവർ 10-200 രൂപ കൊടുത്താൽ അത്രയും കമൻറ്റ് കിട്ടും, കുറച്ച് 10-500-1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ലൈക്ക് കിട്ടും. അങ്ങനെ നേടിയെടുക്കുന്നതാണ്. ചുരുക്കത്തിൽ മൂൺ ഗോഡസ് കൗച്ചർ എന്ന് പറഞ്ഞാൽ സ്കാമാണ്. ഇതിനെതിരെ ആളുകൾ ശരിക്കും ഇറങ്ങേണ്ടത് അത്യാവശ്യമാണ്. എനിക്ക് തോന്നുന്നു ആദ്യം ഒരു 1 lakh കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ കിട്ടുന്നത് വരെ ഇവർ കുറച്ച് യാഥാർത്ഥ്യത്തോടെയൊക്കെ ആയിരിക്കും ആത്മാർത്ഥതയോടെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം എനിക്കെപ്പോഴും ഞാൻ ചോദിക്കുന്നൊരു കാര്യം, 4.something million ഫോളോവേഴ്സും ഇത്രയധികം ടേൺ ഓവറുമുള്ള ഈ ഒരു ബിസിനസ് സ്ഥാപനം എന്തുകൊണ്ട് ഒരു ബുട്ടീക്കായിട്ട് ഇവർ തുടങ്ങുന്നില്ല? എന്തുകൊണ്ട് ഇതിൻ്റെ അഡ്രസ്സ്, അതായത് വിവരങ്ങൾ ഒന്നും ഇവർ കൊടുക്കുന്നില്ല? ഒരു ക്ലയൻറ്റിന്, ഒരു കസ്റ്റമറിന് അവർക്ക് ഈ സാധനം കിട്ടിയില്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ ഒരു കസ്റ്റമർ കെയർ നമ്പർ പോലും ഇല്ല, ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് പോലും ഇല്ല എന്നുള്ളത് വളരെ പരിതാപകരമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ ഇവർ ഈ വീഡിയോ കാണുകയാണെന്ന് വിചാരിക്കുക എനിക്കിതിങ്ങനെ സംസാരിച്ചു, നിങ്ങൾക്കെതിരെ സംസാരിക്കാൻ പറ്റും. കാരണം പാവങ്ങളായിട്ടുള്ള ആളുകളാണ് ഇത്രയും വിലക്കുറവിൽ വസ്ത്രങ്ങൾ കിട്ടുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് പാഞ്ഞു വരുന്ന ആ പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വരുന്ന രീതിയിലുള്ള സ്വഭാവം കാണിച്ച് എവിടെയെങ്കിലും പോയി പതുങ്ങിയിരുന്ന് ബിസിനസ് ചെയ്യാതെ ഇറങ്ങി പുറത്ത് വരിക. ചങ്കൂറ്റമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാഗത്ത് സത്യസന്ധത ഉണ്ടെങ്കിൽ, ചങ്കൂറ്റമുണ്ടെങ്കിൽ നിങ്ങൾ ലോൺ എടുത്തിട്ടെങ്കിലും ഒരു ബുട്ടിക്ക് നടത്തുക. ബുട്ടിക്ക് നടത്തിയാൽ ഉറപ്പാണ് അവിടെ ആളുകൾ വന്ന് പാഞ്ഞു കയറും. അമ്മാതിരി കൊണ്ട് കയ്യിരിപ്പ്. ആളുകളുടെ പൈസ വാങ്ങിച്ച് പോക്കറ്റിലിട്ടിട്ട് സാധനം കൊടുക്കാതിരിക്കുക എന്ന് പറയുന്ന ബിസിനസ്സാണോ? നിങ്ങൾ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പിതാവിൻ്റെ ബിസിനസ്സിൻ്റെ പാത കണ്ടാണ്, പിതാവിനും ഇതേ സ്ഥാപനങ്ങൾ, അതായത് വസ്ത്രത്തിൻ്റെ ഒരു കടയുണ്ടായിരുന്നു, അത് കണ്ടാണ് പാഷൻ, അത് കണ്ടാണോ ഈ ചെയ്യുന്നത്? ഇതുപോലെയായിരുന്നോ അന്നത്തെ ആ ബിസിനസ്? കുറച്ചെങ്കിലും നേറും നെറിയും ഉണ്ടെങ്കിൽ നാട്ടുകാരുടെ പൈസ വാങ്ങിച്ച് കീശയിൽ വെച്ചിട്ട് കീറപ്പാറ തുണിയും പഴയ ഫാഷനിലെ തുണിയും അയച്ചു കൊടുക്കാതെ അന്തസ്സുണ്ടെങ്കിൽ ഈ നാട്ടിൽ എത്ര ബുട്ടീക്സ് ഉണ്ടെന്നറിയാം. എത്രയോ, അതായത് 4.something million ഫോളോവേഴ്സ് ഇല്ല. ഈ ഫോളോവേഴ്സ് പോലും ബോട്ടാണ്. നിങ്ങൾ ഇത് കറക്റ്റായിട്ടുള്ള ഫോളോവേഴ്സ് അല്ല, ഇവർ പൈസ കൊടുത്ത് ഇട്ടിരിക്കുന്ന ഫോളോവേഴ്സും ലൈക്കും കമൻറ്റുകളുമാണ്. അതായത് 100K ഫോളോവേഴ്സുള്ള ബിസിനസ് ബുട്ടീക്സ് എത്ര നന്നായിട്ട് അന്തസ്സോടു കൂടിയാണ് അവരുടെ വ്യാപാരം നടത്തുന്നതെന്ന് അറിയാമോ? അതായത് ഇന്ന് നമ്മൾ ഓർഡർ ചെയ്താൽ ചിലപ്പോൾ ഒരു 10-15 ദിവസം എടുക്കുമായിരിക്കും, പക്ഷെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം കിട്ടും. അവർ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പ്രോഡക്റ്റ് കിട്ടും. മൂൺ ഗോഡസ് കൗച്ചർ മിക്കപ്പോഴും ഇടുന്ന വീഡിയോയിൽ നല്ല വിസ്കോസ് ഓർഗൻസ അല്ലെങ്കിൽ വിസ്കോസ് ജോർജറ്റൊക്കെ വെച്ച് ഇവർ സ്റ്റിച്ച് ചെയ്തിട്ട് അതേ കളർ ഡൈ ചെയ്തിട്ട് കൊള്ളില്ലാത്ത ഷിഫോൺ അല്ലെങ്കിൽ കൊള്ളില്ലാത്ത ജോർജറ്റ് തുണി കൊണ്ട് കസ്റ്റമേഴ്സിന് തുണി അയച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നേറും നെറിയും ഇല്ലാത്ത ബിസിനസ് സ്ഥാപനങ്ങൾ എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. സ്കാം ആയിട്ട് പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള ഫേക്കായിട്ടുള്ള സംരംഭകരെ തുടച്ചു നീക്കേണ്ടത് അത്യാവശ്യമാണ്.